ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ ഇപ്പൊ ക്ലാസ് ആട്ടാ. അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ, ഡോക്ടർസ് ടവർ, നിയർ ബസ് സ്റ്റാൻഡ്, ചേലക്കര. വാണിയംകുളം പനയൂരിൽ ശക്തമായ മഴയിൽ എസ്റ്റേറ്റ് പ്രദേശത്ത് നിന്നും വെള്ളം ജനവാസ മേഖലകളിലേക്ക് കുത്തിയൊലിച്ചു വന്ന സംഭവത്തെ തുടർന്ന് വിവിധ വകുപ്പുകളുടെ സംയുക്ത പരിശോധന നടന്നു. വാണിയംകുളം പനയൂരിൽ ശക്തമായ മഴയിൽ എസ്റ്റേറ്റ് പ്രദേശത്തു നിന്നും വെള്ളം ജനവാസ മേഖലകളിലേക്ക് കുത്തിയൊലിച്ചു വന്ന സംഭവത്തെ തുടർന്ന് വിവിധ വകുപ്പുകളുടെ സംയുക്ത പരിശോധന നടന്നു. പ്രദേശത്തെ ജനങ്ങൾ പങ്കുവച്ച ഉരുൾപൊട്ടൽ ആശങ്ക കൂടി കണക്കിലെടുത്തായിരുന്നു റവന്യൂ വകുപ്പും മണ്ണ് സംരക്ഷണ വകുപ്പും മൈനിംഗ് ആൻഡ് ജിയോളജി വകുപ്പും സംയുക്ത പരിശോധന നടത്തിയത്. ചൊവ്വാഴ്ച രാവിലെ പെയ്ത ശക്തമായ മഴയിൽ വാണിയംകുളം പനയൂരിൽ മലവെള്ളപ്പാച്ചിലിന് സമാനമായ രീതിയിൽ എസ്റ്റേറ്റ് പ്രദേശത്തു നിന്നും ജനവാസ മേഖലകളിലേക്ക് ശക്തമായി ചെളിവെള്ളവും മണ്ണും കുത്തിയൊലിച്ചെത്തിയിരുന്നു. 7 കുടുംബങ്ങൾ താമസിക്കുന്ന ഇളംകുളം ചോലപ്പള്ളിയാലിൽ പ്രദേശത്തെ വീടുകളിലേക്കാണ് ചെളിവെള്ളം കുത്തിയൊലിച്ചു വന്നത്. മുൻപെങ്ങുമില്ലാത്ത വിധത്തിൽ ശക്തമായ വെള്ളപ്പാച്ചിൽ കണ്ടതോടെ വീട്ടുകാർ അമ്പരന്നു. പുറകിലെ കുന്നിന് മുകളിൽ നിന്നും ഭയാനകമായ ഒരു ശബ്ദം കൂടി കേട്ടതോടെ വീടുകളിൽ നിന്നും ആളുകൾ ഇറങ്ങിയോടി. ഉരുൾപൊട്ടിയോ എന്ന ഭീതിയിലായിരുന്നു ഇവർ ഇറങ്ങിയോടിയത്. ഇതിനു പിന്നാലെ റവന്യൂ സംഘവും മൈനിംഗ് ആൻഡ് ജിയോളജി വിഭാഗവും ഇന്നലെ തന്നെ സ്ഥലത്തെത്തി പ്രാഥമിക പരിശോധന നടത്തിയിരുന്നു. ഇന്ന് 1.5 മണിക്കൂറോളം നീണ്ടുനിന്ന 3 വിഭാഗങ്ങളുടെ സംയുക്ത പരിശോധനയാണ് നടന്നത്. ഇന്നലെ ഉണ്ടായ വെള്ളം കുത്തിയൊലിച്ചിറങ്ങിയ സ്ഥലത്തുള്ള വിശദമായ പരിശോധന ജില്ലാ ജിയോളജിസ്റ്റ്, ജില്ലാ മണ്ണ് സംരക്ഷണ ഓഫീസർ, അസാഡനിസ്റ്റ് തുടങ്ങിയവർ സഹിതം സംയുക്ത പരിശോധന നടത്തുകയുണ്ടായി. അതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്നലെ 1 മണിക്കൂർ നേരത്തിനുണ്ടായ ശക്തമായ അതികഠിനമായ മഴയുടെ അളവിനനുസരിച്ച് വെള്ളം ഗതിമാറി ഒഴുകിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ വീട്ടിലേക്ക് വെള്ളം പോയതായിട്ടാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പരിസര പ്രദേശങ്ങളിലോ മറ്റു ഭാഗങ്ങളിലൊന്നും മണ്ണിടിച്ചിലോ ഈ ഉരുൾപൊട്ടലിൻ്റെ സാധ്യത ഒന്നും തൊട്ടടുത്ത കുന്നിൻ ചെരുവിലെല്ലാം പരിശോധനത്തിൽ കാണാൻ കഴിഞ്ഞിട്ടില്ല. തീർച്ചയായിട്ടും അത് ഒരു മണ്ണിടിച്ചിലിന്റെയോ ഉരുൾപൊട്ടലിന്റെയോ സാധ്യതയല്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഒറ്റപ്പാലം തഹസിൽദാർ CM അബ്ദുൾ മജീദിന്റെ നേതൃത്വത്തിലുള്ള റവന്യൂ സംഘവും ഹസാഡ് അനലിസ്റ്റ് ലേഖ ചാക്കോയുടെ നേതൃത്വത്തിലുള്ള ദുരന്ത നിവാരണ അതോറിറ്റി പ്രതിനിധികളും ഒറ്റപ്പാലം മണ്ണ് സംരക്ഷണ ഓഫീസർ MV വിനോദിന്റെ നേതൃത്വത്തിലുള്ള സംഘവുമാണ് വിശദമായ പരിശോധന നടത്തിയത്. ശബ്ദം കേട്ടുവെന്ന് പറഞ്ഞ എസ്റ്റേറ്റിന്റെ മുകളിലേക്ക് കയറിയും പരിശോധനാ സംഘം സ്ഥലം നിരീക്ഷിച്ചു. സ്ഥലത്ത് മണ്ണിടിച്ചിലോ ഉരുൾപൊട്ടലോ മറ്റ് അസ്വാഭാവിക പ്രതിഭാസങ്ങളോ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ലെന്ന് സംഘം വിലയിരുത്തി. രാവിലെ 11:30 എത്തിയ പരിശോധനാ സംഘം 1 മണിയോടെയാണ് മടങ്ങിയത്. മേഘവിസ്ഫോടനം നടന്നതായും മനസ്സിലാക്കാനായില്ലെന്ന് ഹസാഡ് അനലിസ്റ്റ് ലേഖ ചാക്കോ പ്രതികരിച്ചു. ക്ലൗഡ് ബസ്റ്റ് എന്ന് പറയുന്ന ഫെനോമിനൻ നമുക്ക് ഡിക്ലെയർ ചെയ്യണമെങ്കിൽ ഒരു റെയിൻ ഗേജ് അല്ലെങ്കിൽ AWS 1 മണിക്കൂറിനുള്ളിൽ 100 മില്ലിമീറ്റർ മഴ റെക്കോർഡ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളൊരു പ്രൂഫ് കിട്ടിയാൽ മാത്രമേ നമുക്ക് ക്ലൗഡ് ബസ്റ്റ് ആണെന്ന് പറയാൻ പറ്റുള്ളൂ. അത് കാരണം തന്നെ നമുക്ക് ഇവിടെയുള്ള അടുത്തുള്ള റെയിൻ ഗേജസ് ആണെങ്കിലും പോലും അത് മാനുവൽ റെയിൻ ഗേജസ് ആയിരിക്കും. ആ മാനുവൽ റെയിൻ ഗേജസിൽ 1 മണിക്കൂർ വീതത്തിൽ നമ്മൾ റെക്കോർഡിംഗ് ഇവിടെ എടുക്കാറില്ല. ഏതെങ്കിലും ഓട്ടോമാറ്റിക് വെതർ സിസ്റ്റം വെച്ചിട്ട് 1 മണിക്കൂറിന്റെ റീഡിംഗ് കിട്ടുവാണെങ്കിൽ we can declare it as a cloud burst. അപ്പോൾ ക്ലൗഡ് ബസ്റ്റ് ഇപ്പോൾ തൽക്കാലം നമുക്കത് ഡിക്ലെയർ ചെയ്യാനുള്ള ഒരു പ്രൂഫായിട്ട് നമ്മുടെ കയ്യിലില്ല. പ്രദേശത്ത് നിലവിൽ ഉരുൾപൊട്ടൽ സാധ്യത നിലനിൽക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കാനാകുന്നത്. മണ്ണുറപ്പുള്ള മണ്ണാണ് എന്നും പ്രദേശത്തെ ഡ്രൈനേജ് സിസ്റ്റം ശരിയായ വിധത്തിലല്ലെന്നും എസ്റ്റേറ്റിന്റെ മുകൾ ഭാഗങ്ങളിൽ പെയ്ത വെള്ളം കുത്തിയൊലിച്ച് ഗതിമാറി പരന്നൊഴുകി ജനവാസ മേഖലകളിലേക്ക് എത്തിയതാകാമെന്നാണ് മണ്ണ് സംരക്ഷണ വിഭാഗത്തിന്റെ നിരീക്ഷണം. ശക്തമായ മഴ പെയ്താൽ 2 വീടുകൾക്ക് അപകട ഭീഷണിയുണ്ടെന്ന് മനസ്സിലാക്കിയതായും മഴ കനക്കുന്ന സമയങ്ങളിൽ ഈ 2 വീടുകളെ മാറ്റിപ്പാർപ്പിക്കണമെന്ന നിർദ്ദേശം ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് നൽകുമെന്നും മണ്ണ് സംരക്ഷണ വകുപ്പ് ഓഫീസർ MV വിനോദ് പറഞ്ഞു. ഡെപ്യൂട്ടി തഹസിൽദാർ P സതീഷ്, അസിസ്റ്റന്റ് വില്ലേജ് ഓഫീസർ സുബ്രഹ്മണ്യൻ, പഞ്ചായത്ത് അംഗം EP രഞ്ജിത്ത് എന്നിവർ സംഘത്തോടൊപ്പം ഉണ്ടായിരുന്നു. ഞങ്ങൾ തഹസിൽദാരും അതുപോലെ ജിയോളജിസ്റ്റ് അങ്ങനെ എല്ലാവരും ആയിട്ട് ഞങ്ങൾ ഈ മല മൊത്തം കറങ്ങി. അവിടെ ഒന്നും അങ്ങനെ പ്രത്യേകം മണ്ണിടിച്ചിലായിട്ടുള്ളതൊന്നുമില്ല. പിന്നെ മണ്ണെന്ന് വെച്ചാൽ അത്യാവശ്യം ബലമുള്ള മണ്ണ് തന്നെയാണ്. ഇവിടെ അങ്ങനെ ഇടിയാനുള്ള സാധ്യത വളരെ കുറവാണ്. പിന്നെ വളരെ പ്രൊട്ടക്ഷൻ ഉള്ളൊരു സ്ഥലമാണ്. ഇവിടെ കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും കവർ ക്രോപ്പ് തന്നെയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ എവിടെയും ഇടിച്ചിലൊന്നുമില്ല. എനിക്ക് തോന്നിയത് കാരണം ഇവിടുത്തെ ഡ്രെയിനേജ് സിസ്റ്റം ഒന്ന് ക്ലിയർ ചെയ്യാനുണ്ട്. എന്ന് വെച്ചാൽ ഇവിടെ നിന്നുള്ള ഇത്രയും ഈ മലയിലുള്ള വെള്ളം കംപ്ലീറ്റ് ഡ്രെയിനേജ് പോകുന്നത് ഒരു ചെറിയ ഒരു തോട്ടിലൂടെയാണ്. അങ്ങനെ ആ ചെറിയ തോട്ടിലൂടെ പോയി അവരുടെ ആ 3 വീടുകളിലൂടെ ഒഴുകി അവർ ചെയ്തിരിക്കുന്ന പാർശ്വഭിത്തി, അതെന്നുവെച്ചാൽ അവർ സ്വന്തമായിട്ട് തന്നെയാണ് പാർശ്വഭിത്തി നിർമ്മിച്ചിരിക്കുന്നത്. അത് പല മെറ്റീരിയൽ, വെട്ടുകല്ലുണ്ട്, അതുപോലെ കരിങ്കല്ലുണ്ട്,
അതൊക്കെ വെച്ച് ശരി കൃത്യമായിട്ട് ഫില്ല് ചെയ്യാതെയൊക്കെ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് അപ്പോൾ അതിലൂടെ വെള്ളം കുത്തി ഒഴുകി ആ ഭിത്തി പൊട്ടിയിരിക്കുന്നത്. ഇങ്ങനെ പോവുകയാണെങ്കിൽ ആ വീട്ടിൽ ചെറിയൊരു ഭീഷണി ഉണ്ട്. കാരണം ഭീഷണി ഉള്ള സമയത്ത് നമ്മൾ ഇങ്ങനെയൊക്കെ മഴ പെയ്യുകയാണെങ്കിൽ അത് അതിതീവ്രമായിട്ടുള്ള മഴയാണ്. അപ്പോൾ ഇങ്ങനെ മഴ പെയ്യുന്ന സമയത്ത് അവരെ മാറ്റി പാർപ്പിക്കാനുള്ള ഒരു ഇത് കൂടെ നമുക്ക് ഒരു മുന്നറിയിപ്പ്. അതിനൊരു ഇവിടെ വന്നിട്ട് 4 വീടുകളുണ്ട്. ആ 4 വീടുകളിനെയും എന്ന് വെച്ചാൽ കാരണം ഇവിടുന്ന് വരുന്ന മഴവെള്ളം ഇപ്പോൾ നിലവിൽ ഉൾക്കൊള്ളാനുള്ള ഡ്രെയിനേജ് സിസ്റ്റം ഇവിടെ നിലവിലില്ല. അപ്പോൾ അതൊന്ന് ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെടുത്തുന്നുണ്ട്. പെടുത്തിയിട്ട് അതൊന്ന് ചെയ്യാനുള്ള ഒരു സംവിധാനം നമ്മൾ ഉണ്ടാക്കും. പിന്നെ അതുപോലെ ഇനിയും ഏതെങ്കിലും ഏജൻസികളെ കൊണ്ടോ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ ഞങ്ങൾ ഏതെങ്കിലും ഏജൻസിയോ അല്ലെങ്കിൽ പഞ്ചായത്തിനൊക്കെ ആയിട്ട് അത്